മാറിട്ടാ മോനെ. അയ്യ ഫുൾ ഐസ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഡിപ്ലോമ എന്തൊരു ലൈറ്റ് കറക്റ്റ് ഫുൾ ലീഫ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫയാദ് ഫിറോസ്. ഫയാദ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പിനേക കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. നമ്മൾ നിൽക്കുന്ന അർക്കാഞ്ചൽസ്കിന്ന് ഒരു 250ഓളം കിലോമീറ്റർ മാറിയാണ്. ഒരു റിസർവ് ഫോറസ്റ്റ് ആണ്, കരടിയും എല്ലാം ഉണ്ട്. അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ കേവ്സ് ഫുൾ ഐസായിട്ട് നല്ല കാണാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് നോക്കാം. നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. അനീഷാണ് നമ്മുടെ ഇഡിലൻ ഡ്രൈവർ. റഷ്യൻ തെരുവോരങ്ങളിലൂടെ വണ്ടി ചീറിപ്പാക്കിയ അനീഷാണ്. അനീഷ് എന്താണ് പറയാനുള്ളത് റഷ്യൻ ഡ്രൈവിങ്ങിനെ പറ്റി? നാട്ടിലേക്കാണ് അടിപൊളിയാണ്. നേരെ നമ്മളോടെ പമ്പിൽ പെട്രോൾ അടിക്കാൻ വന്നേ. ഇവിടുത്തെ പെട്രോളിന്റെ വില കാണിച്ചു തരാം. 1 ലിറ്റർ 46 രൂപ 99 പൈസ. റഷ്യയിലെ പൈസ ആണ് ഗൈസ്. റഷ്യയിൽ 49 രൂപയേ ഉള്ളൂ. മുടിഞ്ഞ ലാഭമാണ് പെട്രോൾ അടിക്കുന്നത്. പല ടൈപ്പ് ഉണ്ട്. 92, നമ്മുടെ നാട്ടിലെ പ്രീമിയം എന്നൊക്കെ പറയുന്നുണ്ട്. 92, 96 അങ്ങനെ 2 ഉണ്ട്. വലിയ വ്യത്യാസമില്ല, 3-4 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മി എക്സ്ട്രാ പ്രീമിയം സാധാരണ പോലെ 46ഉം 50ഉം അങ്ങനത്തെ വ്യത്യാസം. അപ്പൊ നമുക്ക് നേരെ എണ്ണ അടിച്ച് ഫുള്ളാക്കിയിട്ട് നേരെ നമ്മൾ പോവാണ് ഗൈസ്. റൗണ്ട് പോട്ടോ തൃശ്ശൂരൊക്കെ റൗണ്ടാ, ബാക്കിയുള്ളടത്തൊന്നുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് 19 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പം ഒരു ചെറിയ പെട്രോൾ പമ്പ് റോഡ് സൈഡ് 2-3 കുറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ചായക്കടയുണ്ട്. അവിടെ ചായ കുടിക്കാൻ നിർത്തിയാൽ നമ്മളിപ്പോൾ ചായ കുടിച്ചിട്ട് നേരെ ബാക്കി അങ്ങോട്ട് പൊക്കാൻ പോവാണ്. ഒരു 180ഓളം കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം.
ഇനിയുണ്ട് ഒരു 100 കിലോമീറ്റർ കൂടെ അവിടെ എത്താൻ വേണ്ടി. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. സ്റ്റോപ്പൊക്കെ ഉണ്ട്, ബ്രേക്ക് ക്രോസ് ഒക്കെ ഉണ്ട്. നമ്മള് ഫുൾ ടാങ്ക് ആണ് അടിക്കേണ്ട ആവശ്യം. എത്ര ഗ്രാമം എന്ന് പറഞ്ഞാലും മഞ്ഞ് വീണ് കഴിഞ്ഞാൽ നല്ല ഹെവി എക്യുപ്മെന്റ്സ് കൊണ്ടുവന്ന് മഞ്ഞ് ഫുള്ള് മാറ്റി റോഡൊക്കെ ക്ലിയർ ആക്കിയെടുക്കും. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ. ഞങ്ങൾ ഗോളബീനോ പിനാക്കിൽ എത്തിയിരിക്കുന്നു. ഫയദം കൂട്ടരും പിന്നേക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബ്ലോക്ക്. ഇവിടുന്ന് ആൾക്കാർ വന്ന് നമ്മളെ വണ്ടിക്കകത്ത് കേവും നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ കൊണ്ടുപോകും. ഇപ്പോൾ വരാണ്ട് 3 മണിക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തി. 1 മണി ആയതേ ഉള്ളൂ. നമ്മൾ നേരെ അവർ വന്നിട്ട് അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ അടുത്ത് കാണിക്കുന്നതായിരിക്കും. ഈ 3 മണിക്കേ ഉള്ളൂ അടുത്ത ബാച്ചിനെ കൊണ്ട് കേവിലോട്ട് പോകുന്നത്. അപ്പം 3 മണി വരെ നമ്മളിവിടെ നിൽക്കുക. 3 മണിക്ക് വണ്ടി വരും, നമ്മളെ കൊണ്ടുപോകും. ശശിക്ക് എങ്ങനെയുണ്ട് പിന്നേക? പിന്നെ കണ്ടില്ലല്ലോ, പൊളി പൊളി ഗൊളൂബിനെ കണ്ടല്ലോ. ഗായ്സ്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ഇവർ ഗൊളൂബിനോ എന്നാണ്. ഇവർ ഈ ഒരു ടീമിന്റെ റിസോർട്ടും ഹോട്ടലും ഉള്ളൊരു സ്ഥലം കൂട്ടാണ് ഇവിടെ. ഇവരാണ് പാക്കേജൊക്കെ കൊണ്ടുപോകുന്നത്. കാണാൻ നല്ല അടിപൊളിയാണ്. ഈ കാണുന്ന വലിയ നദി ഫുൾ ഐസായിട്ട് കിടക്കുന്നതാണ് പിന്നേക റിവർ ഇതിന്റെ പേര്. ഇവിടെ സമ്മറിൽ കുളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റും. അതിന്റെ ബോർഡൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആണ് സ്ഥലം. ഒരു ചായ കൂടെ ഉണ്ടായിരുന്നു, പൊളിയായിരുന്നു. നമ്മൾ അപ്പുറത്ത് കുടിക്കുന്നതായിരിക്കും ചായ. ബർഗർ 250 രൂപ. അങ്ങനെ നമ്മളിവിടെ തൽക്കാലം 3 മണി ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ കയറി ചായ കുടിക്കാൻ വേണ്ടി കയറുക. ചായ കുടിച്ചിരിക്കുന്നു. അതുകഴിഞ്ഞിട്ട് ഇപ്പം 3 മണിയാകുമ്പോൾ പോകും. കേവ്സ് കാണാൻ വേണ്ടി പോകും. അങ്ങനെ നമ്മൾ ഗുഹയിലോട്ട് പോകാൻ പോണ് ഗൈസ്. അതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാരിവിടെ നിൽപ്പുണ്ട്. ഹെൽമെറ്റും ബൂട്ടും ഒക്കെ ഇടണം. അപ്പോൾ അത് റെഡി ആയിക്കൊരിക്കും. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തലയിൽ ടോർച്ചൊക്കെ വെക്കണം, നമ്മളെ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ നേരെ ഇതൊക്കെ വെക്കാൻ പോവാണ്. ഇത് കാണിച്ചു തരാം എല്ലാം ക്ലിയർ ആയിട്ട്. ഫയാദ് ദുബായിൽ പണിക്ക് പോവുകയാണ് ഗായ്സ്. റോഡ് പണിക്ക് കയറാൻ പോവുകയാണ് ഞങ്ങൾ. കാലത്തായി ഹെൽമെറ്റ് ഒക്കെ വെച്ച് തന്നിരിക്കുകയാണ്. ഗുഹയെ കൊണ്ടുപോയി തലേ മഞ്ഞ് വീടായിരിക്കാൻ. ലൈറ്റോടെ വെച്ച് തരുമ്പോൾ നല്ല കാണാൻ പറ്റുന്നു. ഇരുട്ടല്ലേ വെറുതെയാണ് ഗൈസ്. ഞങ്ങൾ റോഡ് പണിക്ക് പോവുകയാണ്. ലൈറ്റൊക്കെ വെച്ച് തന്നിട്ടുണ്ട്. മെയിൻ ഇന്ന് ഇത് കത്തുവോ? യെസ്, കത്തുന്നുണ്ട്. കത്തുന്നുണ്ട്. Now we are going to the bus and then go to the cave. Just move to the place, to the bus stop. Which stop, please? കഴിച്ച് അപ്പോൾ നമ്മൾ നേരെ അവിടെ പിന്നേക കേവ്സിലോട്ട് പോകാൻ വേണ്ടി പോകണം. അവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മളിവിടെ. എല്ലാവരും തൊപ്പിയും ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇരുട്ടാ കാണാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ ഈ ലൈറ്റ് വെച്ചാൽ ഓക്കെ ഗൈസ്, കം ഓൺ, ലെറ്റ്സ് ഗോ ടു ദി ബസ്, കം ഓൺ. ആ കിടക്കുന്ന ബസ്സിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നേരെ ബസ്സിലോട്ട് പോകാം. ഈ ബസ്സിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഗൊളൂബ്ലിനോ ഇവരുടെ തന്നെ റിസോർട്ടിൻ്റെ തന്നെ ബസ്സാണ്. ഇതിനകത്താണ് നമ്മൾ പോകുന്നത് ഗൈസ്. എല്ലാവരും വരുന്നു. അന്വേഷിക്ക എക്സൈറ്റഡ് ആണോ ഗുഹ കാണാൻ? കേവ് അവിടെ പോകുമ്പോൾ അറിയാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. വെറുതെ പോയിട്ട് ഒന്നും ഇല്ലാതെ വരാതിരുന്നാൽ മതിയായിരുന്നു.
എന്തായാലും അവിടെ പോയി നോക്കുന്നുണ്ട്. കൊടുത്ത കാശ് മുതലാവോ ഗൈസ് നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് 1000 രൂപ എന്നൊക്കെ ഇപ്പൊ അറിയാം. നമ്മൾ അവിടെ കയറി കഴിയുമ്പോ അറിയാം. The bus is open. വണ്ടി സ്റ്റാർട്ടാക്കിയിരിക്കുന്നു. എവിടെയെങ്കിലും കയറിക്കോളൂ. ബാക്കിൽ നമ്മൾ ബാക്കിലാണ്. നമുക്ക് നേരെ അവിടെ പോയി ഇറങ്ങിയിട്ട് ഇനി കാണാം. ബാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. യെസ്, ലൈറ്റ് ഒക്കെ ഉറക്കുകയാണ്. യെസ്, ബസ് ഇതാ നമ്മളെ കൊണ്ട് പോവുകയാണ്. നടക്കാനുണ്ടെന്നൊക്കെ പറയുന്നത്. നമ്മൾ 5 പേർക്ക് വേണ്ടി കാരണം നമ്മൾ അവിടെ ഇട്ടിട്ടാണ് വന്നത്. നമ്മൾ 5 പേർക്ക് വേണ്ടി ഒരു വലിയ ബസ് തന്നെ ഇവിടെ അടുത്ത് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. നമുക്ക് അവിടെ പോയിട്ട് അറിയാം എന്ത് സംഭവം. By the forest path, so let's cross the road. നമ്മള് അവരോടെ പോവാണ്. തന്നെ ഇതിലൊന്നും വരാൻ പറ്റാതില്ല. അവര് പറഞ്ഞ് പൈസ കിട്ടും, ഒരു പ്രൊഫഷണൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുടെ കൂടെ വരാവൂന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതായിരിക്കും, പൈസ ആയിരിക്കും, എന്നാലും നമുക്ക് വരാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. നോക്കി വല്ല കരടിയൊക്കെ വരും. കരടിക്ക് ഇവിടുന്ന് കുറെ നടക്കാറുണ്ട്. വലിയ മലയാ, മല കയറിപ്പോ നമ്മള്. അമ്മച്ചി വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഫോട്ടോ എടുക്ക. Is unruined a little bit. I see it's from a cave without a roof. Yes, the glacier had gone from this place about 8,000 years ago, and we see on the surface places without roof make such a huge. Yes, you see seals. And still by water, by melting water, by melting snow, the process is going. So the crack is getting bigger and bigger. Year by year it gets wider, yes, and a little bit deeper. Okay. But the forest has come to this place. You see the fir trees and they are growing in the bottom. Now it's rather dry because it's snow, because it's winter, and in summertime there will be water, the lake. Yes, but now it's the water is on the lower levels, and we see in the cave only a little stream covered by the ice layer. Because of the ഇവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. ഇനിയാണ് കേവിനകത്തോട്ട് പോകുന്നത്. ഗുഹയ്ക്കകത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇവിടുന്ന് കുറേ നടന്നു പോകണമെന്ന് തോന്നുന്നു. example of crack, you see the stones, the blocks of gypsum. Yes, the clay which goes from the, so to say, beetles. Yes, and makes holes.
അതാ കാണുന്ന കേവിനകത്തോട്ട് നമ്മൾ പോകുന്നു. അതിനകത്ത് അങ്ങ് അകത്ത് പോകാണ്ട്. It's about 3.5 meters long. But we shall go not the whole way because part of the way you have to crawl by the water underground. Just it's not comfortable and you will get wet. It's not easy in winter period. That's why we shall go to this hole and then to the other one. We shall climb down a closer look. അവർ പറയുന്നത് വെച്ചാൽ 350 മീറ്ററുള്ള വലിയ ഗുഹയാണ്. അപ്പം ഫുള്ളായിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ പകുതിയും വെള്ളമായിട്ട് കിടക്കുക. പറ്റുന്ന 1-2 ഗുഹയിലോട്ട് കൊണ്ട് കാണിക്കാം. അവിടെ എല്ലാം ഐസ് ഇറങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അതിൽ കാണാൻ നല്ല രസമായിരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി നോക്കും. സൂക്ഷിച്ച് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഫുൾ ഐസും തെന്നി കിടക്കുക. നമ്മൾ നോക്കി കിടക്കും. കാണുന്ന ഫുൾ ഐസ് പിടിച്ചിരിക്കുന്ന കേട്ടോ ഇതിനകത്ത്. ഉണ്ടോ പാറക്കകത്ത് ഫുൾ ഐസ് പിടിച്ചിരിക്കുന്നു. ഇതിങ്ങനെയല്ല വലിയതായിട്ട് തൂങ്ങി താപ്പോട്ട് കിടക്കുന്ന ഐസ് പിടിച്ചിട്ട്. അപ്പോൾ അകത്തോട്ട് പോയി അങ്ങനെ കാണാൻ പറ്റും. പക്ഷെ നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നത്. പറ്റുന്നതൊക്കെ കൊണ്ട് കാണിക്കാം. വെള്ളം ഇല്ലാത്തടത്തൊക്കെ കൊണ്ട് കാണിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ, പറ്റുന്ന കൂട്ടൊക്കെ എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മളെടുക്കും. നേരെ കണ്ണു കാണുന്നേ കണ്ട് ഇതുപോലെ ഐസ് ഫുള്ളായിട്ട് തൂങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് അകത്തോട്ടാണെന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങോട്ട് ഫുള്ള് ഇളകി വീഴും. നിങ്ങൾ തലേ വീഴാതിരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു വെള്ളം ഒഴിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഫുൾ ഐസിൻ്റെ മണ്ടയിൽ കൂടെ അടിയിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നത്. നമ്മൾ ആ ഗുഹയുടെ അകത്തോട്ട് പോവും. അതിനകത്തൂടെ കാണാൻ പോകുന്നത്. അവിടെ ഫുള്ളുണ്ട് ഐസ്, നല്ല കിടലമായിട്ട് കിടപ്പുണ്ട്. കാണുന്നുണ്ടോ അറിയത്തില്ല. ഉണ്ടോ അതൊക്കെ വലുതായിട്ട് ഐസ് തൂങ്ങി കിടക്കുന്നതാണ്. അതൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ട് പോകുന്നുണ്ട്. And mostly they are here in Pinga region. To be more exact, they seems as if it's specially put here. ഈ കാണുന്ന മൊത്തം ജിപ്സാണ്. ജിപ്സത്തിന് ഇതാണെന്നാ പറയുന്നത്. Well, and we shall first go to this layer of the Arctic ridges to have a closer look, and then go to the other hole to see the hole itself and the bed which I have promised you. So let's go ഈ കിടക്കുന്നൊക്കെ ജിപ്സാണ്. only gypsum, only water, only clay. From beginning of November, ക്രിസ്റ്റലായിട്ടിരിക്കുന്നു they're ഐസ്. starting to grow, and now we have such a layer. It's rather thick. Well, it's grew throughout the year. Yes, throughout the winter time. That's why they're rather big. No passage made by man. Only the ledges. They were made by our people. And we shall go by the stones, by the by that track. You see, please stick to the left side. ഫുള്ള് വെള്ളം പോകുന്നത് ഇതിൻ്റെ അടിയിൽ കൂടി. ഇത് ഐസാണ്. അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അവരത് ആ സൈഡിൽ കൂടെ നടക്കാൻ പറഞ്ഞു. ഉണ്ടോ ഫുള്ള് വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് ഐസൊക്കെ കിടപ്പുണ്ട്. ഈ ലൈറ്റിന് വെട്ടമില്ലല്ലോ. ഇത് അവിടെ നോക്കുമ്പോൾ വലിയ കാര്യം ഫുള്ളായിട്ട് നമുക്ക് തല ഇടിക്കൂടെ. ഫുള്ള് ഇത് കിടക്കുന്നുണ്ട്. ഫുൾ ഐസ് ഇറങ്ങിക്കിടക്കുന്നുണ്ടോ. ആ ഗുഹയുടെ ഗ്യാപ്പിൽ കൂടെ ജിപ്സോ ഇത് ഫുള്ള്. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി വരുന്ന മഞ്ഞ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നവർ പറയുന്നത്. ഫുള്ള് ഇവിടെയൊക്കെ പൊട്ടി വീഴാനുള്ള സാധ്യത. No. In the beginning of May, it's covered to the ceiling. Yes, but then water goes away, and in summer there's less water, but no ice. Totally. And ruined by water. Yes. കറക്റ്റ് Wow. No touching this. ഫുൾ ലീഫ് പോലെ തൊട്ട് കഴിഞ്ഞാൽ ഫുൾ ഇളകി വീഴും. The cave exists only thanks to the low temperatures. ഓക്കെ Yes. മാറിട്ടാ മോനെ. And it
അയ്യവാ ഫുൾ ഐസ് ഇറങ്ങി നിൽക്കുന്നുണ്ട് താഴെ വരെ ഫുള്ള്. ഒന്ന് കയറിക്കണോ? കാലുവെല്ലാം വെള്ളം തൊട്ട് കഴിഞ്ഞാൽ ഐസാവും. ഇന്ന് പോളിയാ. കിട്ടിലായിട്ട് ഐസൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് ഫുള്ള്. അതിലാണ് നമ്മൾ വന്നത്. കാണുന്നില്ലല്ലോ. കാണുന്ന ഫുൾ ഐസ് കറക്റ്റാ. ഇവിടെ ഫുള്ള് ബാറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ വവ്വാല്. നമ്മൾ അതിനെയും കാണാൻ പോകും. അതിനെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്താടാ? ഓ പൊളി. വവ്വാലിനെ കാണിച്ചിട്ടുണ്ട്. Get sleeping again. No ice. We try to preserve it. എന്തൊരു ലൈറ്റ്. Had been broken by the water, and they just have fallen to the ceiling and made like ships. Yes, and still they are ruined by the water. The water flow here every day, every night, every year of the life. That is it. Sorry, forgot the word, but what is the word for here the average temperature from 2 to 3 degrees above zero only. And please, I have warned, no video. ഇത് കേവിനകത്തെ വാട്ടർ റിഫ്ലക്ഷൻ കാണിച്ചവര് ചെറിയൊരു ലേസർ അടിച്ചപ്പോൾ ടോർച്ചിലൂടെ നല്ല റിഫ്ലക്റ്റ് ആയിട്ട് അതിൻ്റെ മണ്ടവശം മൊത്തം കാണുന്നുണ്ടായിരുന്നു. ആ കേവിലോട്ട് കയറി വരുന്ന വഴി വരെ കറക്റ്റ് ആ റിഫ്ലക്ഷൻ കൊണ്ട് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറിയ ഒരു ടോർച്ച് അടിച്ചും കാണിച്ചായിരുന്നു. കണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുവാണ്. നല്ല തണുപ്പ്. അടുത്ത ആൾക്കാർ വന്നു. നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും അടുത്ത ടീം വന്നു. ഫുൾ റഷ്യക്കാരാണ്. അങ്ങനെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. കണ്ടു കഴിഞ്ഞു. ഈ നേരെ നമ്മളെ കൊണ്ടുവന്നിട്ട് തന്നെ ആ ഗുളുബ്ലിനോ റിസോർട്ടിൻ്റെ അവിടെ കൊണ്ടുവിടും. ഗുളുബ്ലിനോ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, റിസോർട്ടിൻ്റെ നടത്തുന്ന ഏജൻസിയുടെ. അപ്പോൾ അവിടെ കൊണ്ടുവിടും. അവിടെ നമ്മൾ നേരെ പോകും. നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഗായ്സ് നമ്മൾ ഗുഹയ്ക്ക് ആഘോഷം ഫുള്ള് കണ്ട് നല്ല കിടിലമായിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ നല്ല, ഇത് ഫുള്ള് ജിപ്സമാണെന്ന് പറഞ്ഞത്. ജിപ്സത്തിനിടയിൽ കൂടെ ഇറങ്ങുന്ന സമ്മർ സമയത്ത് ഇറങ്ങുന്ന വെള്ളമാണ് ഇങ്ങനെ ഐസായിട്ട് തണുപ്പ് കുറയുമ്പോൾ അങ്ങനെ ഇരിക്കുന്നത്. അതിനകത്ത് 1-2 വവ്വാലിൻ്റെ കുഞ്ഞുങ്ങളെ കാണിച്ചു. അത് വിൻ്റർ സമയം മൊത്തം ഇതിനകത്ത് ഇരുന്നിട്ട് സമ്മറിൽ മാത്രമേ വെളിയിറങ്ങി പോകത്തുള്ളൂ. അങ്ങനെ നമ്മൾ പോയിട്ട് വന്നപ്പോൾ അവരൊരു സർട്ടിഫിക്കറ്റ് എഴുതുന്നത് നമ്മളിവിടെ പിന്നെ വന്ന് KFC പോയിട്ടുണ്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് അത് വേണ്ടവർക്ക് തരും, ചോദിച്ചാൽ അവർ തരും. അപ്പോൾ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. ഡിപ്ലോമ. ഞങ്ങൾ പിന്നെയൊക്കെ വന്ന് കേവിലൊക്കെ കയറി കണ്ടു. കൊള്ളായിരുന്നു. നല്ലൊരു കിട്ടിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഈ വീഡിയോയുടെ വരെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.